കോഴിക്കോട് സമാപിച്ച IFFK ഫിലിം ഫെസ്റ്റിവലിൽ ചർച്ചയായി ഞാൻ രേവതി എന്ന ഡോക്യുമെന്ററി. ഇന്ത്യൻ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് മാധ്യമം ദിനപത്രത്തിലെ ചീഫ് ഫോട്ടോഗ്രാഫർ P. അഭിജിത്താണ്. എല്ലാം അടക്കിപ്പിടിച്ച് ഉള്ളിലൊതുക്കിയ രേവതിയുടെ ദിനരാത്രങ്ങളാണ് ഞാൻ രേവതി എന്ന ഡോക്യുമെന്ററി. എഴുത്തുകാരി, ആക്ടിവിസ്റ്റ്, അഭിനേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച രേവതിയുടെ ജീവിതത്തിലൂടെയുള്ള ഹ്രസ്വയാത്രയാണ് ഈ ഡോക്യുമെന്ററി. രേവതി ചേച്ചിൻ്റെ ഈ ഒരു കഥ പറയുന്നതിലൂടെ അല്ലെങ്കിൽ ഈ ഡോക്യുമെന്ററിയിൽ വിഷ്വലൈസ് ചെയ്യുന്നതിലൂടെ ഓരോ ട്രാൻസ്ജെൻഡറും ലൈഫിൽ നേരിടുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്കത് കാണിക്കാൻ പറ്റും. അപ്പം അത് എനിക്ക് തോന്നുന്നു ഈ ഞാൻ രേവതി കാണുന്നതോടുകൂടിയിട്ട് ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ ട്രാൻസ്മെൻസിൻ്റെയും ലൈഫ് കൃത്യമായിട്ട് നമുക്കത് ഞാൻ രേവതിയിലൂടെ കാണിക്കാൻ പറ്റിയെന്നാണ് തോന്നുന്നത്. ഈ ഡോക്യുമെൻ്ററിയുടെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കലും അവരില്ലാതെ ഒരു ഫ്രെയിമും നമ്മൾ ഈ ഡോക്യുമെൻ്ററിയിൽ വെച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ഇൻ്റർവ്യൂ ആണെങ്കിൽ പോലും അതിൽ കൃത്യമായിട്ടും രേവതിയെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് ആ ഫ്രെയിം സെറ്റ് ചെയ്തേക്കുന്നത്. അത് ഈ ഡോക്യുമെൻ്ററിയെ കാര്യമായിട്ട് പോസിറ്റീവായിട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ രേവതിയുടെ ഡ്രാമയിലൂടെയാണ് ഈ ഡോക്യുമെൻ്ററി പറഞ്ഞു പോകുന്നത്. 80കളിൽ തന്നെ ട്രാൻസ്ജെൻഡർ മേഖലയിലെ മനുഷ്യരുടെ ജീവിതത്തെ പൊതുവിടങ്ങളിലും കുടുംബങ്ങളിലും സ്വീകാര്യമാക്കേണ്ടതിന്റെ പ്രസക്തി പൊതുജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന വ്യക്തി കൂടിയാണ് തമിഴ്നാട് നാമക്കൽ സ്വദേശിയായ രേവതി. നാടകവും സിനിമയും യഥാർത്ഥ ജീവിതാനുഭവങ്ങളും ഇഴചേർന്ന ഡോക്യുമെന്ററിയിലെ ദൃശ്യഭാഷ പ്രേക്ഷകരോട് തീവ്രമായി സംവദിക്കുന്നതായിരുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.